നമസ്തേ. ജീവിതത്തിൽ ആത്മീയപാതയിൽ ചരിക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്നവരോ, ഒരു ഭൗതികമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായാലും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലരും ചിലപ്പോൾ സ്വയം ശപിക്കും, അല്ലെങ്കിൽ ഈശ്വരനോട് പിണങ്ങും, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോടൊക്കെ ദേഷ്യം കാണിക്കും, ഫ്രസ്ട്രേറ്റഡ് ആകും. അങ്ങനെ പല അവസ്ഥകളും വരാറുണ്ട്. ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളായിരിക്കാം, ചിലർക്ക് ആത്മീയമായിട്ട് ആ സോൾസുമായിട്ട് കണക്ഷൻ നഷ്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഗൈഡൻസ് കിട്ടാത്തതുപോലെ തോന്നുന്ന സന്ദർഭങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, ഇനി അതുമല്ലെങ്കിൽ ജോലി സ്ഥലത്തെയോ അല്ലെങ്കിൽ മറ്റേതു തരത്തിലും ഉള്ളതായിരിക്കാം. ഇത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാറി മറിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ തടസ്സങ്ങൾ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ വന്ന് ഭവിക്കുകയും അത് പിന്നെ ചിലപ്പോൾ കുറച്ചു കാലം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഇത് പതിയെ മാറിപ്പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ തടസ്സത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായി, അല്ലെങ്കിൽ ഈ തടസ്സങ്ങൾ എന്നിൽ നിന്ന് വിട്ടുമാറി പോവുകയാണ് എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചില അടയാളങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് സമയത്തിന്റെ തകർച്ചയാണ്, അല്ലെങ്കിൽ സമയം പറക്കുന്നത് പോലെയുള്ള ഒരു പ്രതിഭാസം നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊട്ടും സമയം തികയുന്നില്ല, സമയം അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ് ക്ഷണം ഓരോന്ന് തീരവേ ക്ഷയിച്ചിടുന്നു ജീവിതം എന്നുള്ളത്. നമുക്കൊരു ക്രൈവിംഗ് ഉണ്ടാകും, അതായത് എന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്, വൈ ഐ ആം ഹിയർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആ സമയത്ത് ഉണ്ടാവുകയും നമ്മുടെ കർമ്മത്തിലേക്ക് പ്രപഞ്ചം നമ്മളെ അടുപ്പിക്കുന്നതാണ് ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർമ്മത്തിലേക്ക് വൺസ് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ പറഞ്ഞതുപോലെ, അതായത് നമുക്ക് സമയമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്തിനെ പോലും മറന്നുകൊണ്ട് നമുക്ക് കർമ്മനിരതരാകാനും ആ കർമ്മത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഈ കർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സൽക്കർമ്മമായി ഭവിക്കുന്ന രീതിയിലേക്ക് വഴി മാറ്റുന്നതുമാണ് ഈ ഒരു ലക്ഷണത്തിന് ശേഷം നമുക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണത്തിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്തെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഈ സമയം ഇങ്ങനെ പറന്നു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് കണ്ടെത്തും. വിക്ടർ ഫ്രാങ്ക്ലിനെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുന്ന സമയത്താണ് ഒരു മനുഷ്യന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുക, അതിനുവേണ്ടി ആ ഒരു പർപ്പസ് നിറവേറ്റുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുക, പ്രവർത്തിക്കുക, കർമ്മം ചെയ്യുക എന്നുള്ള വേളയിലാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മളെ പർപ്പസിലേക്ക് കൂടുതൽ അടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് സമയത്തിന്റെ വേഗത കൂടുന്നതും, നമ്മൾ നമ്മുടെ പർപ്പസ് അല്ലെങ്കിൽ ജീവിത ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യകതയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ വേളയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഹൂ വിൽ ഗൈഡ് മീ, ആരായിരിക്കും എന്നെ നയിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് തന്നെയാണ്. യു ഹാവ് ടു ലിസൺ ടു ദാറ്റ്. നമ്മുടെ ആത്മാവിന്റെ ആ ഒരു സോളിന്റെ ആ ഒരു വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ അന്തർജ്ഞാനത്തിലേക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മളെ ലിസൺ ചെയ്യുന്ന സമയത്ത് ആ ഗൈഡൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. സോ ഈ തടസ്സം മാറി വരുന്ന സമയത്ത് നമ്മളുടെ ആത്മാവിന്റെ സ്വരം നമുക്ക് കൂടുതലായിട്ട് ശ്രവിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷന്റെ ശക്തി വർദ്ധിക്കുകയും അത് നമ്മളെ കൂടുതൽ ശക്തമായിട്ട് മറ്റേതൊരു ഗുരു അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ഗൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഗൈഡ് ചെയ്യും. ബിക്കോസ് സോൾ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു സോൾ ലെവലിലേക്ക്, ഒരു മെറ്റഫിസിക്കൽ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു പാരാസൈക്കോളജിക്കൽ ലെവലിലേക്ക്, സ്പിരിച്വൽ റലത്തിലേക്ക് ആക്സസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ സോളിൽ നിന്ന് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്ക്, ഈ സ്ഥൂല ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ലഭിക്കും എന്നുള്ളതാണ്. ഈ സ്ഥൂല ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഈ സോളിന്, എൻവയോൺമെന്റിനെ മനസ്സിലാക്കാനും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും വേണ്ടിയാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലിസൺ ടു യുവർ സോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സോളിനെ ലിസൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രപഞ്ചം നമ്മുടെ ആത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചം നമുക്ക് നമ്മുടെ ഫിസിക്കൽ സെൻസസിന് അടയാളങ്ങൾ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഈ അടയാളങ്ങൾ സിങ്ക്രോണിസിറ്റീസ് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാൾ ഗുസ്താവ് യൂങ് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. സിങ്ക്രോണിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒക്കറൻസ് ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ തിങ്സ് ടുഗദർ ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ഇൻ എ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഉള്ളിലുള്ള കാര്യവും പുറത്തുള്ളതും തമ്മിൽ വളരെ സാമ്യം തോന്നും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അയാളുടെ ഫോൺ കോൾ വരിക, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള പാറ്റേൺസ് കാണുക,
ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ബുക്കിന്റെ കവർ പേജിൽ കണ്ട ഒരു യോഗിയുടെ ചിത്രം, അത് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ മുഖച്ഛായയുള്ള ഒരാള് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് കാണുക, നമ്മൾ വിചാരിച്ച സംഗീതം നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുക, ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ച സമയത്ത് തന്നെ ചായയുമായിട്ട് ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വരിക. ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങളാണ് സിങ്ക്രോണിസിറ്റീസ് എന്ന് പറയുന്നത്. സിങ്ക്രോണിസിറ്റി എന്ന് പറഞ്ഞു കഴിയുന്ന സമയത്ത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു അവസ്ഥയാണത്. നമുക്കത് സെൻസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും നമുക്കത് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ അതിൽ സ്റ്റക്കായി പോകാനായിട്ട് പാടില്ല. ഈ സൈൻ ബോർഡുകളിൽ നോക്കി നമ്മൾ നിൽക്കാറില്ല. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ കർമ്മത്തിനെ റിയലൈസ് ചെയ്ത് നിങ്ങളുടെ പർപ്പസിനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇതെല്ലാം ഐ വിൽ പ്രൊവൈഡ് എന്നുള്ളത് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ള പ്രതിഭാസം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. നമ്മളുടെ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്, സത്യം, നമ്മുടെ ഉള്ളിലെ സത്യം എന്ന് പറയുന്ന വിളക്ക് തെളിഞ്ഞു വരിക തന്നെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ്, വിധി നിർണയം എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളെ വിധിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മളെ സ്വയം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. വിധിക്ക് വിലയിരുത്തൽ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുകളെ നമുക്ക് വസ്തുനിഷ്ഠമായിട്ടും സത്യസന്ധമായിട്ടും നമുക്ക് വിലയിരുത്താനായിട്ട് നമുക്കൊരു ന്യൂ ക്ലാരിറ്റി ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിരിക്കും. അത് മാത്രമല്ല, നമുക്ക് നല്ല ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനും സത്യത്തിന് വേണ്ടി നിലയുറയ്ക്കുവാനും സാധിക്കും. നമ്മളുടെ ഭയം വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരും. ആത്മീയമായിട്ട് ഒരു വ്യക്തി വളരുന്ന സമയത്ത് അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറുന്ന സമയത്ത്, ഈ തടസ്സം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനും ഭയമായിരിക്കും. നമുക്ക് വേണ്ട കാര്യം നമ്മുടെ ഭയത്തിനപ്പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഭയം പതിയെ മാറി വരുന്നത് കൊണ്ട് നമ്മളിലേക്ക് ധൈര്യം പ്രവേശിക്കും. ഈ ഇരുട്ട് മാറുമ്പോൾ പ്രകാശം പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പം നമുക്ക് ഏതൊരു വ്യക്തിയെയും ഏതൊരു പ്രസ്ഥാനത്തെയും ആരെയും തന്നെ ഭയമില്ല. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് കേട്ടാൽ അതുപോലും ഭയമില്ല. അതൊരു എന്താ പറയുക, ഒരു അഗ്രസീവ് ആയിട്ടുള്ള വെയിലല്ല, അല്ലെങ്കിൽ അതൊരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല, ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലല്ല. വളരെ നിർവൃതിയോടുകൂടി നമ്മുടെ ധൈര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉദിച്ചു വരുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ സയൻസ് നമ്മുടെ ജീവിതത്തിൽ ഈ അടയാളങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ദ ചേഞ്ച് ഈസ് ഹാപ്പനിങ്, ദ ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ്. ഒരു കാര്യവും കൂടി മനസ്സിലാക്കുക, ഇത് ചിലപ്പം തടസ്സം എന്ന് പറയുന്നത് പല ആളുകൾക്ക് പല സമയത്തിന്റെ ദൈർഘ്യം പല രീതിയിലായിരിക്കും ഉണ്ടാകുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദർ ഈസ് എ ടൈം, നമ്മൾ ഈ ഭൂമിയിലെ ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മാവിന് വേണ്ടത്ര ലെസൺസ് കിട്ടുന്നതിന് വേണ്ടി ഈ ചേഞ്ച് എന്ന് പറയുന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് ഈസ് ദ ഓൺലി പെർമനന്റ് തിങ്. സോ ഈ മാറ്റം നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ മാറ്റുന്നതിന് പകരം നമ്മളാണ് മാറേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഈ ലൈഫ് ടൈമിൽ കിട്ടുകയാണെങ്കിൽ മറ്റൊരു ജന്മമില്ലാതെ തന്നെ നമുക്ക് മോക്ഷത്തിന്റെ പാതയിലേക്ക് കൂടുതൽ അടുത്തു പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ എല്ലാവർക്കും ഒരു ശക്തമായത് നല്ല സന്തോഷകരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ആത്മീയ യാത്ര നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.